സ്ത്രീത്വം അപമാനിക്കപ്പെട്ടാൽ, ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായാൽ, സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം നടന്നാലും സമൂഹവും സിസ്റ്റവും അവരുടെ കൂടെ നിൽക്കണമെന്നതിൽ സംശയമില്ല. സമഗ്രമായ അന്വേഷണവും നടപടികളും തീർച്ചയായും കൈക്കൊള്ളേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു, SIT സംഘത്തിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. ഇതൊക്കെ വളരെ അഭിനന്ദാർഹമാണ്. പക്ഷേ ഈ കലങ്ങിയ ഗർഭം തിരഞ്ഞു നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മറ്റൊരു പീഡനത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. മാങ്കൂട്ടത്തിലിനെ പരാമർശിക്കുമ്പോൾ സ്ഥിരം കുറ്റിയായ മുകേഷ് MLA ആവും ഉന്നം വെക്കുന്നതെന്ന് കരുതിയെങ്കിൽ അല്ല. വിഷയം മുഖ്യമന്ത്രിയുടെ മരുമകന്റെ ഒരു പഴയ കേസാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് മുൻ ഭാര്യയെയും മകനെയും ക്രൂരമായി മർദ്ദിച്ചതായും പീഡിപ്പിച്ചതായും ആരോപണമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഇതാണ്: പരാതിക്കാരിയായ ആ സ്ത്രീ മരുമകനെതിരെ പരാതിയുമായി വന്നാൽ അന്വേഷണത്തിന് ഉടനടി ഉത്തരവിടുമോ? SITക്ക് രൂപം നൽകുമോ? അന്വേഷണം ഊർജിതമാക്കാനുള്ള സമ്മർദ്ദം പോലീസിൽ ചെലുത്തുമോ? 2015 PA മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിന് മുൻ ഭാര്യ ഡോക്ടർ സമീഹ സൈതലവി പരാതി നൽകിയിരുന്നത്. അന്ന് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്തിരുന്നു. പിന്നീട് രജിസ്റ്റേർഡ് ഫയലിൽ സ്വീകരിച്ച CJM MN സാബു റിയാസിന് അന്ന് നോട്ടീസും അയച്ചിരുന്നു. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. 2002 മെയ് 27 പട്ടാമ്പി കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത്. ഇടയ്ക്കിടെ ചുമലിൽ ചാരി നിർത്തി മർദ്ദിക്കും. മർദ്ദനമേറ്റ് മൂത്രതടസ്സം വരെ ഉണ്ടായെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 70 പവൻ സ്വർണമാണ് നൽകിയിരുന്നത്. 10 പവൻ അല്ലാതെയും നൽകി. സ്വർണം മുഴുവൻ കൈക്കലാക്കി. സ്വർണം വേണ്ടെന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിലുണ്ടായിരുന്നു. തടി കൂടുതലാണെന്നും ഉയരം കുറവാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. MBBS കഴിഞ്ഞ ആളായിട്ടും പ്രാക്ടീസിന് വിടാൻ അനുവദിച്ചിരുന്നില്ല. TV കാണാനോ സുഹൃത്തുക്കളെ കാണാനോ സമ്മതമുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തുമാറ്റി. തന്റെയും മക്കളുടെയും പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മക്കളെ തന്നിൽ നിന്നും തട്ടിയെടുക്കാൻ റിയാസ് ശ്രമിക്കുന്നുവെന്ന് ഭയപ്പെടുന്നതായി സമീഹ പരാതിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് രാഹുലിന്റെ കേസിലുള്ള ശുഷ്കാന്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയം വീണ്ടും ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പരാതിയിൽ തുടർ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് റിയാസിന്റെ മുൻ ഭാര്യ എത്തിയാൽ മുഖ്യമന്ത്രി എന്ത് നടപടിയായിരിക്കും എടുക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. തങ്ങളെ വെല്ലുവിളിക്കുന്നവരെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ CPM കാലങ്ങളെ പരീക്ഷിക്കുന്ന സ്ത്രീ വിഷയം ഇനിയും നിർത്താറായില്ലേ എന്ന് തുറന്നു ചോദിക്കേണ്ടി വരും. മുകേഷിനെയും റിയാസിനെയും ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ഈ തന്ത്രം തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യും.